ഒരു മനുഷ്യരും ജോർജിക്ക് അധികാരം കൊടുത്തിട്ടില്ല. ജോർജി ആരാണ് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് അളക്കാൻ? റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരട്ടെ. വഴിയാണ് അളന്നതെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഒരു വഴി അളക്കണ്ട. പാർട്ടി ഓഫീസിന്റെ മുന്നിലെ വഴി അയക്ക് അളക്കാനുള്ള അധികാരമില്ല. കോൺഗ്രസിന്റെ ഞങ്ങൾ കയ്യും കെട്ടി നിന്നു കൊടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കട്ടെ. ജോർജിക്ക് ആരധികാരം കൊടുത്തു ഇത് അളക്കാൻ? ജോർജിക്ക് ആരധികാരം കൊടുത്തു? വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇതിനകത്ത് പുതുവലുണ്ടെങ്കിൽ അവനെ ഇളക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരുന്നു. 23 മീറ്റർ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. 100%. ഈ 100% 23 മീറ്ററിൽ ഇതിനകത്ത് പുതുർമ്പോണ്ടെങ്കിൽ എടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാം. ആര് പറയുന്നു? അത് ജോർജിയുടെ അളവ്. അത് ജോർജിയുടെ അളവ്. അത് വീട്ടിൽ ചെന്ന് ഇവിടെ നടക്കണ്ട. ഒന്നുമില്ല. 23, 33 വിഷയം. റോഡ് അടക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പാർട്ടി ഓഫീസ് അടക്കുന്നതിന് ഉദ്യോഗസ്ഥർ വന്ന് അടക്കണം. ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ റോഡിന് വീതിക്കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ റവന്യൂ അറിയാമല്ലോ. അവർ സ്കെച്ച് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടെ. അത് കണ്ടുപിടിക്കട്ടെ. റോഡിന് അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ എന്ന്. ഞങ്ങളുടെ സ്ഥലത്തിനകത്ത് 1 സെന്റ് സ്ഥലം പുറമ്പോക്കുണ്ടെങ്കിൽ ഞങ്ങൾ പൊളിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് യാതൊരു മടിയുമില്ല, ഒരു മടിയില്ല. പക്ഷേ ഗുണ്ട വെച്ച് അളക്കാൻ പറ്റത്തില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ ഐഡന്റി കാർഡ് ഇട്ട് വളക്കാൻ ഞങ്ങൾ അംഗീകരിക്കും. ആ ഒരു നിലപാടിലേക്ക് അവരും പോകുന്നു. കോൺഗ്രസുകാരുടെ പ്രതിഷേധം അത് വകവയ്ക്കാതെ വീണ ജോർജിന്റെ ഭർത്താവ് അതിന് മുൻവശത്തെ റോഡ് അളന്ന് തിട്ടപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസുകാർ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. 15.5 മീറ്റർ വീതി മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ആ ടേപ്പിലാണ് ബോധ്യപ്പെട്ടത്. അതിനുശേഷം വലിയ പ്രതിഷേധം കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ വഴി അളക്കാൻ ആളുകളുമായി എത്തിയ പശ്ചാത്തലം എന്താണ്? അതായത് നേരത്തെ അജികുമാർ രണ്ടാംകുറ്റി, നമ്മളോട് നേരത്തെ സംസാരിച്ച അദ്ദേഹമാണ്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗമാണ് അജികുമാർ രണ്ടാംകുറ്റി. ഈ അജികുമാർ രണ്ടാംകുറ്റി ഒരു വെല്ലുവിളി തൊട്ടപ്പുറത്തെ മേഖലയിൽ വെച്ച് നടത്തിയിരുന്നു. റോഡ് വീണ ജോർജിന്റെ ഭർത്താവ് ആ പ്രദേശത്ത് അളക്കാൻ തയ്യാറാകുമോ? തങ്ങളുടെ മുൻവശത്തെ റോഡും അങ്ങനെയാണെങ്കിൽ അളക്കാൻ തയ്യാറാകും. തങ്ങളുടെ മുൻവശത്ത് ഏതാണ്ട് 23.7 മീറ്റർ സ്ഥലമുണ്ട് ആ റോഡുമായി ബന്ധപ്പെട്ട് എന്ന് കൃത്യമായ രീതിയിൽ അജികുമാർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വെല്ലുവിളി ഒരു ബൈറ്റായി വന്നു. അതിനുശേഷമാണ് ടേപ്പൊക്കെ എടുത്ത് ജോർജ് ജോസഫ് ഇവിടേക്ക് എത്തിയത്. ആദ്യം അദ്ദേഹത്തിന്റെ സ്ഥലം അളന്ന് കാണിച്ചു. അവിടെ ഏതാണ്ട് 17 മീറ്ററോളം വീതി ഉണ്ടായിരുന്നു. തെക്കുഭാഗത്ത് 15 മീറ്ററോളം. അതുതന്നെയാണ് റോഡിന്റെ അലൈൻമെന്റും. ആ കല്ലുകളും അദ്ദേഹം അളന്ന് കാണിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയത്. കോൺഗ്രസ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവിടെ അളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിന്നിരുന്നു. പക്ഷേ ആ റോഡാണ്, അവിടെ തങ്ങൾക്ക് സ്വകാര്യ സ്ഥലമാണ്, തങ്ങൾക്ക് അത് അളക്കാൻ അധികാരമുണ്ട് എന്നൊരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിനൊപ്പമുള്ളവരും അത് അളന്നു. അളന്ന സമയത്താണ് കോൺഗ്രസുകാർ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ആ അളവിൽ കൃത്യമായ രീതിയിൽ 15.5 മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. 23 എവിടെ എന്ന ചോദ്യം ഉയർന്നപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. ഇവിടെ ഇനി റവന്യൂ ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി എന്താണ് ഏഴംകുളം കൈപ്പറ്റ റോഡിലെ ആ ഓടയുടെ ഗതി മാറ്റി എന്നുള്ളതാണല്ലോ ആരോപണത്തിന്റെ തുടക്കം. അത് വികാസം പ്രാപിച്ച് റോഡളക്കലിലേക്കും ചെറിയ തോതിൽ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണോ? അതെ, അത് തന്നെയാണ്. നമ്മൾ ആ റോഡിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ഈ ഒരു ട്രാൻസ്ഫോമറാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമെന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ DPR തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ ട്രാൻസ്ഫോമർ ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ആരും തന്നെ ആ ട്രാൻസ്ഫോമർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ട്രാൻസ്ഫോമർ എത്തുന്ന സമയത്തെ വളവാണ് ആ അലൈൻമെന്റിൽ കാണുന്നതെന്നാണ് KRFB ഉദ്യോഗസ്ഥർ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കിഫ്ബി അവരെയാണ് ഇത്തരത്തിൽ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയിട്ടില്ല. അതിന്റെ DPR അടക്കം, തുടക്കം മുതലുള്ള DPR അടക്കം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ വാദിക്കുന്നുണ്ട് KRFB അധികൃതർ. അവർ ആ യോഗത്തിലും, ഇന്നലെ ചിറ്റയം ഗോപകുമാറിന് നേതൃത്വം നടന്ന യോഗത്തിലും അവർ ഒരേ നിലപാട് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 17 മീറ്റർ തന്റെ ഭൂമിയിൽ നിന്ന് ഇത്തരത്തിൽ റോഡിലേക്കുണ്ട്. നിലവിൽ 12 മീറ്ററിലാണ് റോഡ് പണിയുന്നത്. താൻ മറ്റു മേഖലയിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടില്ല, ഒരു കയ്യേറ്റവും നടത്തിയിട്ടില്ല എന്ന് ഡോക്ടർ ജോർജ് ജോസഫ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഒരു വെല്ലുവിളി, അജികുമാർ രണ്ടാംകുറ്റി ഒരു വെല്ലുവിളിയിലേക്ക് പോയത്.